അതോടൊപ്പം തന്നെ വേറെ ആരോടെങ്കിലും അടുത്തുള്ള ആശുപത്രിയിൽ വിളിച്ച് ഒന്നുമല്ലേ അവിടെ നിന്നുള്ള ആംബുലൻസ് ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗീനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന് തയ്യാറെടുക്കാനായിട്ട് പറയണം, ഇൻഫോം ചെയ്യണം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഇപ്പോൾ രോഗിക്ക് പിന്നെ കോൺഷ്യസ് ആണ്, കുഴപ്പമില്ല, ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ നോക്കണം. അതിൽ ഏറ്റവും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുക. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലുങ്കി കീറിയിട്ടോ അല്ലെങ്കിൽ മുണ്ട് കീറിയിട്ടോ വെച്ച് കെട്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ വേറൊരു പ്രോബ്ലം വരാൻ തന്നെ ഫ്രാക്ചറുകളാണ്. ചിലപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടാവും, തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഒരു സ്പ്ലിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടയോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ അപ്പോൾ അടുത്ത് എവിടെന്നെങ്കിലും കിട്ടാവുന്ന ഒരു മരത്തിൻ്റെ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ മുണ്ടിൻ്റെ തുണിയുടെ കഷ്ണം വെച്ചിട്ട് ചുറ്റി അതിൻ്റെ ഒരു സ്റ്റേബിൾ ആക്കാൻ നോക്കുക. അതിനെ ആടി കളിക്കുന്നത് കൂടുതൽ തൂങ്ങിക്കെടുക്കുക. അതെ. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലീഡിങ് കുറയും, രണ്ടാമത്തേൽ വേദന കുറയും, മൂന്നാമത്തേൽ കൂടുതൽ അതിന് പിന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കും ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ 3 കാര്യം, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, രോഗിയുടെ ലൈഫ് നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തേൽ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വേറൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ എല്ല് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ രോഗീനെ മാറ്റണ സമയത്ത് കൂടുതൽ ഗുരുതരം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ചിലപ്പോൾ നമ്മുടെ എടുത്തു മാറ്റുന്നതുകൊണ്ട് തന്നെ. അതെ, അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്ന ഒരാളെ എടുത്ത് ചുരുട്ടി കൂട്ടി വെച്ച് മടിയിൽ വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒരു. അതെ, അപ്പോൾ ചിലപ്പോൾ നർവ്സിനൊന്നും കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചുരുട്ടി കൂട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ പാരാലിസിസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, കയ്യിലും തളർച്ച വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ എല്ലിന് നമുക്ക് ശ്രദ്ധിക്കണം. അത് എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു കോളർ അടുത്തതിനുണ്ടെങ്കിൽ കോളർ ഇടുക. അല്ലാതെ 2 കൈ വെച്ചിട്ട് തലയുടെ 2 സൈഡിലും വെച്ച് ആ രോഗീനെ അധികം എനക്കാതെ ഒരു പലയ കഷ്ണത്തുമ്പിലോ ആ സമയം കൊണ്ട് ഒരു ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ഐഡിയൽ. അതൊരു സ്ട്രെച്ചറിൻ്റെ മുകളിലേക്കോ കയറ്റി എല്ലാവരും കൂടി കയറ്റി അധികം നട്ടെല്ല് വളയ്ക്കാതെ കയറ്റി കിടത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ആക്സിഡന്റ് നടന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ പറയുക ഏറ്റവും നേരത്തെ കൂട്ടി ഈ രോഗിക്ക് ചികിത്സ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്, ജീവൻ നിലനിർത്താനും. രണ്ടാമത്തേൽ ഈ പിന്നെ കാലോ കൈയോ അതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിനോ നെഞ്ഞിനോ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ അതിന് ആക്ഷൻ എടുക്കണം. അപ്പോൾ ഇത് എല്ലാം കൂടി നോക്കാനായിട്ടുള്ള പറ്റുന്ന ഒരു സംവിധാനത്തിലായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ടത്. സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻസ്, ചെറിയ ആക്സിഡൻസ് കയ്യിനൊരു പൊട്ട് പറ്റി അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി എന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒരു സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയിരിക്കും ഏറ്റവും നല്ലത്. സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ കൊണ്ടുപോയിരിക്കുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആശുപത്രിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റെഡിയായി നിൽക്കും. അവർ സ്ട്രെച്ചറിൽ തന്നെ പേഷ്യൻറ്റിനെ ഇത് കയറ്റി അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എമർജൻസി ഫിസിഷ്യൻ രോഗീനെ കണ്ട് അവരുടെ ആദ്യം തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. ശ്വാസവും നമ്മുടെ ഹാർട്ടും ഒക്കെ പിന്നെ ബീറ്റ് ചെയ്യുന്നില്ലെന്ന് നോക്കി അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്രിമമായിട്ടുള്ള മറ്റേ എൻഡോട്രക്കിൽ ട്യൂബ് ഇട്ടിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ആദ്യമായിട്ട് നമ്മൾ ആ ജീവൻ നിലനിർത്താനുള്ള നടപടികളിലേക്ക് നടക്കും. അതിനുശേഷം മറ്റെന്തെല്ലാം വിഭാഗങ്ങളാണെങ്കിലും വേറെ ഏതെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണ് ഒരു രോഗിയെ കാണുന്നത്? അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിൽ ലേക്ഷോർ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മൾട്ടി ഓർഗൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി
പോളിട്രോമ എന്ന് ഞങ്ങൾ പറയുന്നത്, പല അവയവങ്ങൾക്ക് പ്രശ്നമുള്ള ഒരാൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ ഒരു എമർജൻസി കോള് ഹോസ്പിറ്റലിലേക്ക് പറയും. അതായത് ടാറ്റ് കോൾ എന്നാണ്, ട്രോമ അലേർട്ട് ടീം എന്നെ വിളിക്കുക എന്നുള്ള ഒരു കോളാണ്. അത് പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിൽ അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിനകത്ത് 4 സ്പെഷ്യാലിറ്റിക്കാർ, അപ്പോൾ ഓൾറെഡി എമർജൻസി മെഡിസിൻ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രോഗീനെ. അതുകൂടാതെ ഗാസ്ട്രോ മെഡിസിൻ, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഓർത്തോപെഡിക് സർജറി, ഗാസ്ട്രോ സർജറി, ന്യൂറോ സർജറി, ഈ 4 സർജിക്കൽ സ്പെഷ്യാലിറ്റീസിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് 3 മിനിറ്റിനകത്ത് അവിടെ വരണമെന്നാണ് നിയമം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീമുണ്ട്, നഴ്സുമാരുടെ ടീമുണ്ട്, അറ്റൻഡേഴ്സിൻ്റെ ടീമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികൾ അവർ അത് നോക്കിക്കോളും. അപ്പോൾ ഒരാൾ ഇൻട്രാവീനസ് ലൈൻ ഇടാനായിട്ടായിരിക്കും, ഒരാൾ വായക്കൂടെ ട്യൂബ് ഇട്ട് പിന്നെ ഓക്സിജൻ കൊടുക്കാനായിരിക്കും. അങ്ങനെ പല ഇതിലുണ്ടാവും. അപ്പോൾ ഓർത്തോൻ്റെ ഡോക്ടറാണെന്ന് വെച്ചെങ്കിൽ അവർ കാലിൻ്റെ കാര്യം നോക്കിയിട്ട് എന്തെങ്കിലും സ്പ്ലിൻ്റ് ഇടാനായിട്ടായിരിക്കും. അപ്പോൾ 4 സ്പെഷ്യാലിറ്റിക്കാർ വന്നിട്ട് അവരുടെ ജോലികൾ അങ്ങ് അവിടെ വന്ന് ചെയ്യും. ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആവശ്യം. ആ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേനായിട്ട് നമ്മൾ ഒരുപാട് സമയം ലാഭം ഉണ്ടാവും, ഒരു കംപ്ലീറ്റ് കെയർ പെട്ടെന്ന് തന്നെ കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു സിസ്റ്റം പൊതുവെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യപ്പെടുന്നത്? അതോ സാധാരണ എമർജൻസി മെഡിക്കൽ ഫിസിഷ്യനാണ് ആദ്യം നോക്കുന്നത്. പിന്നെ അങ്ങേരുടെ ഇത് പ്രകാരം മറ്റുള്ള ഡോക്ടർമാരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും. ഇവർ ഇങ്ങനെ ഒരു അസസ് ചെയ്തിട്ട് പിന്നെ ഓരോ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ വിളിച്ച് രോഗിനെ കാണിക്കുമ്പോഴത്തേനും കുറേ കൂടി സമയം പോവും. അപ്പോൾ ആ സമയം ലാഭിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 മിനിറ്റിനകത്ത് രോഗി വന്നിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിനകത്ത് ഈ 4 സ്പെഷ്യാലിറ്റി സർജന്മാരും വന്നിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാ ആഴ്ചയും ഇത് ഞങ്ങൾ അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വന്നിട്ടുള്ള രോഗിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഓഡിറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം അത് ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. എല്ലാ ആഴ്ചയും ഇത് മീറ്റിംഗ് ഉണ്ടാവും, ട്രോമ മീറ്റിംഗ്. സാർ തുടക്കത്തിലെ സംസാരിച്ചതുപോലെ ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പൊതുവെ പരിസരത്ത് നിൽക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാകും. അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന്. ഇപ്പോൾ എങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടറിലെ ഹോസ്പിറ്റലുകളിലേക്കായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കായാലും ഇതുപോലെ കൊണ്ടുചെല്ലുന്ന വ്യക്തികൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല, ഈ കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ആശുപത്രിയിലല്ല ഒരിടത്തും ഇതില്ല. അതിനൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുഡ് സമാരിറ്റൻ ലോ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ കൊണ്ടുവരുന്ന ആൾക്കാർ അവർക്ക് യാതൊരു വക റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരുടെ പേര് പോലും പറയണ്ട ആശുപത്രിയിൽ. അതേമാതിരി തന്നെ പിന്നെ പോലീസുകാർക്ക് അവരെ വിളിക്കാനായിട്ടോ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടോ യാതൊരു അധികാരവുമില്ല. ഈ കോടതിയിലാണെങ്കിൽ അവരെ വിറ്റ്നസ്സായിട്ട് വിളിക്കാൻ പോലും അവർക്ക് അധികാരമില്ല. അപ്പോൾ ആകെ നമുക്ക് ചെയ്യേണ്ട ഇത് ഈ രോഗീനെ ആശുപത്രിയിൽ സേഫായിട്ടും കഴിയുന്നതും സമയം നഷ്ടമില്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് എല്ലാ പൗരന്മാർക്കും അത് ചെയ്യേണ്ട കടമയുണ്ട്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വിക്ടിമിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. ശരി. അപ്പോൾ റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഏതൊരു ട്രീറ്റ്മെൻറ്റ് വന്നാലും നമുക്കത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എത്തുന്ന ടെക്നോളജി അത്രത്തോളം വലുതായിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഏതെല്ലാം മിനിമം ആ സ്ക്രീനിങ് ടെസ്റ്റുകളിലൂടെയാണ് ഒരു പേഷ്യൻ്റ് കടന്നു പോകുന്നത്? ആദ്യം ഒരു രോഗി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില റുട്ടീൻ ടെസ്റ്റുകളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗികൾക്കും ചെയ്യേണ്ട, മേജർ ട്രോമയിൽ ഉണ്ടാകുന്ന എല്ലാ രോഗികളും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റ് ഓൾറെഡി നമ്മൾ നിയമിച്ചു വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, ക്രോസ് മാച്ചിങ്, ഹീമോഗ്ലോബിൻ, അങ്ങനത്തെ പല അത്യാവശ്യമായിട്ടുള്ള വേണ്ടുന്ന ടെസ്റ്റുകളെല്ലാം ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അത് എടുത്തിരിക്കും. രണ്ടാമത്തേൽ പിന്നെ ഈ രോഗീനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം 4 സ്പെഷ്യാലിറ്റിക്കാർ 3 മിനിറ്റിനകത്ത് ഈ രോഗീനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന പിന്നത്തെ ഫോളോ അപ്പ് ടെസ്റ്റുകൾ ലൈക്ക് എക്സ്റേ അനിവാര്യമാണ്. ഒരു സീരിയസ്ലി ഇഞ്ചേർഡ് രോഗിക്കാണെങ്കിൽ ചെസ്റ്റ്, പെൽവിസ്, സെർവൈക്കൽ സ്പൈൻ, ഈ 3 എക്സ്റേസ് അനിവാര്യമാണ്. ആരായാലും അത് എടുത്തുകൊണ്ടിരിക്കണം.
അതാണ് ഫസ്റ്റ് ടെസ്റ്റുകൾ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് നോക്കിയിട്ട് പിന്നെയും ഫർദർ ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തലയ്ക്ക് ഇഞ്ചുറിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ CT സ്കാൻ പറയും. CT സ്കാൻ ആശുപത്രിയിൽ തന്നെ വളരെ അടുത്തായിട്ടാണ്, കാഷ്വാലിറ്റിയുടെ അടുത്തായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊരു പ്രശ്നമല്ല രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പിന്നെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും ഈ വെന്റിലേറ്റർ കണക്ട് ചെയ്ത്, പോർട്ടബിൾ വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രോഗിനെ എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ CT സ്കാൻ റൂമിലേക്ക് പോയി തലയുടെ CT സ്കാൻ, ചിലപ്പോൾ മൊത്തം CT സ്കാൻ എടുക്കേണ്ട ചില കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ തല തൊട്ട് നമ്മുടെ ഹിപ്പ് വരെ ഒറ്റ സ്കാനിൽ ഒരു പാക്കേജായിട്ട് അങ്ങനെ എടുത്തു പോകുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഒന്നുപോലെ ICUവിലേക്കായിരിക്കും, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ നേരെ ചിലപ്പോൾ തിയേറ്ററിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യമായിട്ട് ഇപ്പോൾ എമർജൻസി ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അവർ നേരെ ഷിഫ്റ്റ് ചെയ്യും. ഈ എമർജൻസി ഓപ്പറേഷൻസിന്റെ കാര്യം വന്നപ്പോഴാണ്, ഇതുപോലെ പരിക്കേറ്റി വരുന്ന ആൾക്കാരുടെ കൂടെ ഒരുപക്ഷെ അവർക്ക് അടുത്ത ബന്ധുക്കളോ ആരോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ആ ഒരു ചികിത്സ അവർക്ക് കറക്റ്റ് സമയത്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവരുടെ ഉറ്റവരോ ഉടയവരോ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലുകൾ ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത്? അത് പേഷ്യൻ്റ് കോൺഷ്യസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവരുടെ സമ്മതം കിട്ടിയേച്ചാൽ മതി. പേഷ്യൻ്റ് കോൺഷ്യസ് അല്ല, അവരുടെ കൂടെ ബന്ധുക്കളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് വാങ്ങിക്കാം. പേഷ്യൻ്റ് കോൺഷ്യസ് അല്ല, പേഷ്യൻ്റ് കൂടെ ബന്ധുക്കളില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ആശുപത്രിക്കാർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കൽ എത്തിക്സിലുള്ളത്. അപ്പോൾ ആരെയും കാത്തു നിൽക്കാണ്ട് തന്നെ അവരുടെ ലൈഫ് സംരക്ഷിക്കാനായിട്ടുള്ള എമർജൻസി ആയിട്ട് ചെയ്യേണ്ട സർജറി ആണെങ്കിൽ അത് ചെയ്തിരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ബ്ലാങ്കറ്റായിട്ടൊരു സമ്മതം കിട്ടിയിട്ടുണ്ട്. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ലിംബ് ത്രെറ്റനിങ്, നമ്മുടെ കയ്യോ കാലിനോ ത്രെറ്റൻ ചെയ്തിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടെങ്കിലോ, അത് നമുക്കിപ്പോൾ പിന്നെ ഈവൻ അഡ്വാൻസോ ഒന്നും പൈസയുടെ കാര്യം പോലും നോക്കാണ്ട് നേരെ ജീവൻ്റെ ഇത് രക്ഷിക്കാനായിട്ടുള്ള എന്ത് ചെയ്യാനായിട്ടുള്ള അനുവാദം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഒരു വളരെ സീരിയസ് ആയിട്ട് വന്ന് ഈ ഹോസ്പിറ്റലിലെ ആ ഒരു കെയറിലൂടെ രക്ഷപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമെന്ന് വിധി എഴുതിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ചില വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് ചികിത്സ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ജീവൻ രക്ഷപ്പെടാൻ ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അവർക്ക് പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻസിൽ നോക്കുമ്പോഴത്തേനും ഹാർട്ടിൻ്റെ ഈ ECGയിൽ എന്തോ വേരിയേഷൻ വന്ന് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് പിന്നെ അതിന് സംശയം തോന്നി, ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ള സംശയം തോന്നി. കാർഡിയോളജിസ്റ്റിനെ കാണിച്ച്, കാർഡിയോ തൊറാസിക് സർജനെ കാണിച്ച് നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് കാർഡിയക് സർജറി ചെയ്ത് അങ്ങേറ്റ് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ECGയിൽ അത് പിക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ വക ഫെസിലിറ്റീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഈ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഇതുണ്ട്. അതുമാതിരി തന്നെ എല്ലിന് പൊട്ടുപറ്റി അതിൻ്റെ രക്തോട്ടം പോയിട്ടുള്ള പിന്നെ അവയവങ്ങൾ ഇവിടെ വന്നിട്ട്